നടനായും നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് മണിയമ്പിള്ള രാജു. 1976 പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 49 വർഷങ്ങൾ കൊണ്ട് 400-ലേറെ സിനിമകളിൽ അഭിനയിക്കാനും 13 സിനിമകൾ നിർമ്മിക്കാനും നടന് സാധിച്ചു. താൻ സുരേഷ് ഗോപിയെ ആദ്യമായി കണ്ട അനുഭവം പങ്കുവെക്കുകയാണ് ഇപ്പോൾ മണിയമ്പിള്ള രാജു. രേഖ മേനോന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടുറുമ്പിന് കാതുകുത്ത് എന്നൊരു പടത്തിൽ നായകനാണ് ഞാൻ. അപ്പോൾ ഷൂട്ടിംഗ് തീർന്നപ്പോഴേക്കും ഏകദേശം 2 മണിയോളമായി. മേക്കപ്പ് പോലും കളയാതെ ഞാൻ ഓടി വന്ന് കൊല്ലത്തു നിന്നും ട്രെയിൻ കയറി. എനിക്കപ്പോൾ നന്നായി വിശപ്പുണ്ടായിരുന്നു. എനിക്കെപ്പോഴും വിശന്നു കഴിഞ്ഞാൽ കൈ വിറയ്ക്കും. ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ ഇഡലിയെങ്കിലും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. കാരണം എനിക്ക് കൈ വിറയ്ക്കും. അങ്ങനെ എൻ്റെ പരവേശം കണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, രാജുവേട്ടനല്ലേ, എങ്ങോട്ടാ പോകുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, മദ്രാസിൽ ഒരു ഷൂട്ടിങ്ങിന് പോവുകയാണ്. എന്തുപറ്റി, വല്ലാതെ ഇരിക്കുന്നു എന്ന് പുള്ളി ചോദിച്ചു. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി കോട്ടയത്തെ ഫുഡ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അയാൾ പെട്ടി തുറന്നിട്ട്, ഇത് എനിക്ക് അമ്മ കഴിക്കാൻ തന്നതാണ്, ആടിന്റെ ബ്രെയിൻ ഫ്രൈയും 3 ചപ്പാത്തിയുമാണ് എന്ന് പറഞ്ഞു. ഞാൻ അത് മുഴുവനും കൊതിയോടെ കഴിച്ചു. എന്നെക്കാളും കൊതിയോടെ അദ്ദേഹം അത് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എവിടെ പോവുകയാണ്? അപ്പോൾ പറഞ്ഞു, മദ്രാസിലേക്ക് പോവുകയാണ്, സിനിമയിൽ ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പേരെന്ന് ചോദിച്ചു. എൻ്റെ പേര് സുരേഷ് ഗോപി. അങ്ങനെയാണ് സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമായിരുന്നു പിന്നീട്, മണിയമ്പിള്ള രാജു പറയുന്നു.